ഓരോ വ്യക്തികൾ നമ്മളെ ജീവിതത്തിൽ വരുമ്പോൾ ഓരോ പർപ്പസും റീസൺസും ഉണ്ടായിരിക്കും. ഒരു സമയമാവുമ്പോൾ അവർ നമ്മൾ ഓർമ്മകളിൽ മാത്രമായിട്ട് നിൽക്കും. അത്തരമൊരു ഓർമ്മയാണ് ഞാൻ ഇന്ന് ഈ സ്പ്രെഡിൽ ചെയ്യാൻ പോണത്. ഹായ്, നമ്മൾ ഓരോരോ ആൾക്കാരെ ഓർത്തു വെക്കുന്നത് ചിലപ്പോൾ ചില വസ്തുക്കളൊക്കെ കാണുമ്പോഴായിരിക്കില്ലേ. ചില ആൾക്കാരുമായിട്ട് നമുക്ക് നല്ല മെമ്മറീസും ഉണ്ടായിരിക്കും, ചീത്ത മെമ്മറീസും ഉണ്ടായിരിക്കും. പക്ഷെ ചില വസ്തുക്കൾ കാണുമ്പോൾ നമുക്ക് അവരുമായിട്ട് ഉള്ള ഓരോരോ മെമ്മറീസ് ഓർമ്മ വരില്ലേ. ചില സമയത്ത് നമ്മൾ അവരുമായിട്ടുള്ള എല്ലാ മെമ്മറീസും മറന്നിട്ടുണ്ടെന്ന് കരുതും. പക്ഷെ നമുക്കത് റീകളക്ട് ചെയ്യാൻ പറ്റില്ലേ ഓരോന്ന് ചിന്തിക്കുമ്പോഴൊക്കെ. നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പോ ഇവൻ ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും അവസാനിപ്പിച്ചു എന്ന് കരുതിയാലും ചിലപ്പോൾ നമുക്ക് ചില നല്ല മെമ്മറീസ് ഓർമ്മ വരുമ്പോൾ നമ്മൾ കരുതുവോ അവര് അപ്പോഴും ദുഷ്ടരാണ്, അങ്ങനെയൊക്കെ നമ്മളോട് ചെയ്തിട്ടുണ്ട് നമ്മൾ കരുതുകയല്ലോ. അപ്പൊ നമ്മൾ ആ മൊമെന്റിൽ ജീവിക്കില്ലേ. നമുക്ക് എന്തോരം സന്തോഷം മൊമെന്റിൽ ഉണ്ടായിരുന്നു, അതൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കുക. ആ സമയത്ത് ഇവൻ എത്ര പൊട്ടിപ്പോയ റിലേഷൻഷിപ്പിന് പോലും നല്ല മെമ്മറീസ് നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു വെക്കില്ല നമ്മളെ മനസ്സിൽ. ഫോട്ടോസിലൂടെ, വീഡിയോസിലൂടെ, ചില വസ്തുക്കളിലൂടെ നമ്മൾ എന്തോരം ആ മൊമെന്റ്സിൽ ചിരിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ എന്തോരം സമയം സംസാരിച്ചിട്ടുണ്ടായിരിക്കും, എന്തോരം കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും, എത്ര സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ അതിനുശേഷം ആ സ്ഥലത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് അവളെ മിസ് ചെയ്യില്ലേ. അതിപ്പോൾ നമ്മളോട് എത്ര എന്ത് കാണിച്ചതാണെങ്കിൽ പോലും. പിന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരാളുമായിട്ടുള്ള നല്ലൊരു ബന്ധം അതൊരു റീസൺ കാരണം തകർന്നു പോയി. അതിനുശേഷം നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ അതിനു മുന്നേ അത്രയും നല്ല ക്ലോസ് ആയിരുന്നില്ലേ, ഇനി നമുക്ക് അതൊന്ന് കെട്ടിയിട്ട് മുന്നോട്ട് പോവാം. ഇത്രയും കാലം നമ്മൾ നല്ലതായിരുന്നല്ലോ, എന്നിട്ട് നമ്മളത് വീണ്ടും കൂട്ടിക്കെട്ടി മുന്നോട്ട് പോയി എന്ന് കരുതുക. അപ്പോ എത്ര കൂട്ടിക്കെട്ടിയാലും ആ കൂട്ടിക്കെട്ടിയത് ബൾജ് ചെയ്ത് നിൽക്കുന്നു വിശ്വസിക്കുന്ന ഒരു ആളാണ് ഞാൻ. എത്ര നമ്മൾ നല്ല പോലെ അത് മുന്നോട്ട് കൊണ്ടുപോയാലും ആ ബൾജ്നെസ് അവിടെ ഉണ്ടായിരിക്കും. എന്തായാലും അത് അവിടെ നിൽക്കില്ലേ. എൻ്റെ ഒരു അഭിപ്രായത്തില് ഒരു സംഭവം നമ്മുടെ ഇടയിൽ ക്രാക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് കൂട്ടിക്കെട്ടുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ക്രാക്ക് കൂട്ടുകയായിരിക്കും ചെയ്യുണ്ടാവുക. ഒരിക്കലും അത് ആ ക്രാക്ക് പോകണില്ല, അതിൻ്റെ ഒരു അംശമെങ്കിലും അവിടെ ഉണ്ടാവും. ഈ ഫോട്ടോസൊക്കെ ഈ പേജിൽ ഒട്ടിച്ച് കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഇവൻ ഇത് ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ പോലും ആ മൊമെന്റ്സിൽ എന്തോരം സന്തോഷമുണ്ടെന്ന് എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് ആ കാലഘട്ടം എനിക്ക് ഇത്ര നല്ലതായി പോയത് ചിലപ്പോൾ ഈ ഒരു മെമ്മറീസ് ഒക്കെ ഉള്ളത് കൊണ്ട് മാത്രമായിരിക്കും. എപ്പോഴും ഞാൻ ആ മെമ്മറീസിന് നല്ല വാല്യൂ കൊടുക്കുന്നുണ്ട്. ഇവനത് എത്ര നല്ല മെമ്മറീസ് ആണെങ്കിലും ചീത്ത മെമ്മറീസ് ആണെങ്കിലും ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് പേഴ്സൺ. ഈ പേജിൽ ആ ഫോട്ടോകളുടെ കൂടെ ഞാനിങ്ങനെ എഴുതുമ്പോൾ എനിക്ക് ആ സമയത്തുണ്ടായിരുന്ന ഓരോരോ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ്സും ഓർമ്മ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സന്തോഷമാകുന്നുണ്ട്. എന്തോരം നല്ല മെമ്മറീസാ ഉള്ളത്, എന്തോരം നല്ല കാഴ്ചകൾ, എന്തോരം നല്ല സംസാരങ്ങൾ, നല്ല നല്ല കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്, ഓരോരോ നല്ല സമയങ്ങൾ. പക്ഷെ ഇപ്പോഴത്തെ നോക്കുകയാണെങ്കിൽ അതൊന്നുമില്ല. ഓരോ സമയം മാറുമ്പോൾ ആൾക്കാരും മാറും, മൊമെന്റ്സും മാറും. പക്ഷേ അത് എത്രത്തോളം മാറ്റം ഉണ്ടെങ്കിലും പണ്ട് നമുക്ക് എന്തോരം നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് അതുപോലെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. മെമ്മറീസ് ഒരിക്കലും നമ്മളെ വിട്ടു പോകുന്നില്ല. അത് നല്ല പോലെ ഒരു വർണ്ണക്കടലാസ് പൊതിഞ്ഞ പോലെ നമ്മളെ ഓർമ്മകളിൽ ഇങ്ങനെ നിൽക്കുക ചെയ്യുന്നത്. ഇന്ന് ഈ പേജ് ഞാൻ ചെയ്യുന്നത് തന്നെ ഒരു താങ്ക് യു നോട്ട് പോലെയാണ്. താങ്ക് യു ഫോർ എവറിത്തിങ് യു ഡിഡ് ഫോർ മീ. താങ്ക് യു ഫോർ ദ കോൺവെർസേഷൻസ്. താങ്ക് യു ഫോർ ദ ലാവ്. താങ്ക് യു ഫോർ ഓൾ മൊമെന്റ്സ്. എനിക്കറിയാം ജീവിതത്തിലൊരു ഡയറക്ഷനിലെത്തിയപ്പോൾ നമ്മൾ 2 ഡയറക്ഷനിലാണ് പോയിട്ടുള്ളത്. നമുക്കൊരു സ്റ്റോറി മൊത്തമായിട്ട് ഉണ്ടാക്കാനുള്ള മെമ്മറീസ് ഇല്ലെങ്കിലും ആ സ്റ്റോറിയിൽ ഒരു ചെറിയ ചാപ്റ്റർ ആക്കാനുള്ള മൊമെന്റ്സ് എന്തായാലും നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്.
താങ്ക് യു ഫോർ ദാറ്റ്. ഈ പേജ് ഒന്നും കൂടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. മെയിനായിട്ട് ഫ്ലവേഴ്സിൻ്റെ സ്റ്റിക്കേഴ്സാണ് ഉപയോഗിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഫ്ലവേഴ്സ് എപ്പോഴും മെമ്മറീസിനെ കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഹാപ്പി മൊമെൻ്റ് ആണെങ്കിലും സാഡ് മൊമെൻ്റ് ആണെങ്കിലും ഈവൻ എന്ത് ഇമോഷൻസിനാണെങ്കിലും ഓരോരോ ഫ്ലവേഴ്സ് അതിനെ കണക്ട് ചെയ്യുന്നുണ്ടല്ലോ. ഓരോ ഫ്ലവേഴ്സിനും ഓരോ ഇമോഷൻസ് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫ്ലവേഴ്സിൻ്റെ സ്റ്റിക്കേഴ്സാണ് ഞാൻ ഇതിൽ ഒട്ടിക്കുന്നത്. അതിന് പുറമെ ഞാനൊരു ക്യൂട്ടായിട്ടുള്ള സ്റ്റാർ കൂടി ഇവിടെ ഒട്ടിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ? ഒട്ടിച്ചിട്ട് ഈ പേജ് ബ്ലാങ്ക് ആയ പോലെ തോന്നി. അപ്പം ഞാൻ കുറച്ച് എന്തെങ്കിലും വരയ്ക്കാമെന്ന് കരുതി. ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും എനിക്ക് ഫ്ലവർ ആണല്ലോ. ഫ്ലവേഴ്സ് തന്നെ ഞാൻ വരയ്ക്കാമെന്ന് കരുതി. എനിക്ക് അത്രത്തോളം നന്നായിട്ട് വരയ്ക്കാനൊന്നും അറിയില്ല. പക്ഷേ ഇതിൻ്റെ മെമ്മറി ആണല്ലോ, അപ്പം ഞാൻ എന്തെങ്കിലും വരച്ചാൽ അത് കുറച്ചും കൂടി നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഏകദേശം ഈ പേജ് കഴിയാനായിട്ടുണ്ട്. അപ്പം ഞാൻ കരുതി ഈ പേജിൽ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് ഒന്നും കൂടി എഴുതി വയ്ക്കാം. പേജ് അവസാനിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം കൂടിയുണ്ട്. ഓർമ്മകൾ വിലപ്പെട്ടതാവാൻ അതൊരിക്കലും പൂർണ്ണമാവണമെന്നില്ല. അത് യഥാർത്ഥമായ കാര്യമാണെങ്കിൽ എന്നും വിലപ്പെട്ടത് തന്നെയായിരിക്കും. ഈ ജേണൽ പേജ് ഒരിക്കലും നഷ്ടത്തിനെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല. ഒരിക്കൽ പങ്കുവെച്ച മനോഹരമായ നിമിഷങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ചില ആളുകൾ നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കും, ചില ആളുകൾ നമ്മുടെ ഓർമ്മകളിൽ എന്നും ജീവിക്കും. രണ്ടും എന്നും മനോഹരമായ കാര്യമാണ്. ഇന്നത്തെ ജേർണലിംഗ് സമയത്ത് എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.